പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയ പുലിക്കൂട്ടം 7 ദേശങ്ങളിൽ നിന്നുള്ള പുലികളി സംഘങ്ങളാണ് തൃശൂർ നഗരത്തെ കീഴടക്കിയത്. പെൺപുലികളും കരിമ്പുലികളും കുട്ടിപ്പുലികളുമൊക്കെ സംഘത്തിലുണ്ടായിരുന്നു. വലിയ ആവേശത്തിന്റെ കാഴ്ചകൾക്ക് തൃശൂർ നഗരം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നു. മനു മാടപ്പാട് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പുലികളിയുടെ ആവേശം അവിടെ. എങ്ങനെയാണ് ഇപ്പോഴും കാഴ്ചകൾ? രാത്രി വൈകിയും പുലികൾ സജീവമായി നിരത്തിലുണ്ടോ? പുലികളിയുടെ ആവേശം അവസാനിക്കുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ പുലികളി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകിയ വേളയിലും ഒരു 3 മണിയോടുകൂടി തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 9:30 അടുക്കുന്നു. ഈ സമയത്തും ആവേശം ഒട്ടും കുറയാതെ പുലികൾ നഗരവീതിയിൽ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മനോഹരമായ പ്ലോട്ടുകളുമൊക്കെ അതിന് അലങ്കാരം തീർത്തുകൊണ്ട് ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതാണ് ഈ തൃശ്ശൂരിന്റെ ഓരോ ഇടങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവസാന ദേശത്തിന്റെ പുലി വരവിലേക്ക് കടന്നിരിക്കുകയാണ്. 7ാമത്തെ ദേശത്തിന്റെ പുലി വരവിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 7 ദേശങ്ങളും സ്വരാജ് റൗണ്ട് ചുറ്റിയെത്തുന്നതോടെ പുലികളി പൂർണ്ണമാകും. അതായത് 1 വർഷം നീണ്ടൊരു കാത്തിരിപ്പും അതിന്റെ ആവേശവും ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പുലികളി അവസാനിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറ്റവും ആവേശകരമായ ഒരു ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ആവേശ കാഴ്ചകളായിരുന്നു എല്ലായിടത്തും. രാവിലെ 5:30-6 മണിയോടുകൂടി ഒരുക്കങ്ങൾ എല്ലായിടത്തും തുടങ്ങി. മേക്കപ്പ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അതിനുശേഷം ഒരു 3 മണിയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി 7 ദേശങ്ങളുടെയും മടകളിൽ നിന്ന് പുലികൾ പുറത്തേക്കിറങ്ങി നഗരവീഥിയിലേക്ക് വരികയായിരുന്നു. നഗരവീഥിയിലേക്ക് വരുമ്പോൾ 7 ദേശങ്ങളിൽ നിന്നുള്ള ആളുകളും ആ പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ 7 ദേശങ്ങളുടെ പുലികൾ ഏകദേശം ഒരു 360ഓളം പുലികൾ ഇന്ന് നഗരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 360ഓളം പുലികൾ നിറഞ്ഞ ഒരു പുലിമടയായി ഒന്നടങ്കം മാറുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. അത് ഏറ്റവും ആവേശകരമായി ഈ രാത്രി വൈകിയും പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു തളർച്ചയോ ഒരു ക്ഷീണമോ ഒന്നും പുലികളുടെ മുഖത്തോ ചുവട് വയ്ക്കുന്നവരുടെ മുഖത്തോ തൃശ്ശൂരിലെ കാണികളുടെ മുഖത്തോ കാണാൻ കഴിയുന്നില്ല എന്നത് കാണുമ്പോൾ സത്യത്തിൽ അത്ഭുതമാണ്. കാരണം എത്രമാത്രം അവരിതിനെ നെഞ്ചേറ്റിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കലകളെ തൃശ്ശൂരിന്റെ ജനത ഏത് രീതിയിൽ സ്വീകരിക്കുന്നു എന്നത് കാണുന്നത് നമുക്കൊരു അത്ഭുത കാഴ്ച തന്നെയാണ്, വിസ്മയം തന്നെയാണ്. കാരണം ഇത്രയും സമയമായി കനത്ത ചൂടിലും കാത്തു നിൽക്കുകയായിരുന്നു, ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ. അതിനുശേഷം രാത്രിയിലേക്ക് കടക്കുമ്പോഴും അവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, ആവേശം മാത്രമാണ്. ഇപ്പോഴും ചെണ്ടയുടെ താളത്തിനനുസരിച്ച് ചുവട് വയ്ക്കുകയും കൈകൾ വീശുകയും ചെയ്യുന്നു കാണികൾ. അതേ രീതിയിൽ തന്നെ അരമണി കിലുക്കി കുംഭകുലുക്കി പുലികളും മുന്നോട്ട് പോവുകയാണ്. അവസാന വട്ട സമയങ്ങളിലേക്ക് കടക്കുമ്പോഴും ആവേശത്തിന് തെല്ലും കുറവില്ല. നമ്മൾ കണ്ടതിനും അപ്പുറമുള്ള അത്ഭുതങ്ങളാണ് ഇവിടുത്തെ ഈ മനുഷ്യർ ഇന്ന് കേരളത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ രാത്രി വൈകിയും ഈ 9:30 സമയത്ത് സംസാരിക്കുമ്പോഴും എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. ഇവിടെ ആവേശത്തിന് ഒരു കുറവുമില്ല. പുലികൾ ഇപ്പോഴും നിരത്തു കീഴടക്കി മുന്നോട്ട് പോകുന്നു. ഏറ്റവും അവസാന ലാപ്പിലേക്ക് ഈ പുലികളി കടക്കുന്നു എന്നതാണ് തൃശ്ശൂരിൽ നിന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ശരി, ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുകൂടിയാണ് തൃശ്ശൂരിൽ ഇപ്പോൾ പുലിക്കളി നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് സമാനമായ ആവേശത്തിലാണ് തൃശ്ശൂർ നഗരമുള്ളത്. ഇപ്പോഴും തുടരുകയാണ് പുലികളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 350-ലധികം പുലികളാണ് തൃശ്ശൂർ നഗരത്തെ കീഴടക്കാനായി ഇറങ്ങിയത്. നിശ്ചല ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് മനു മാടപ്പാട്.